എന്തിനു ഈശേട്ടാ, ഒഡീഷയിലെ ഒരു വില്ലേജ് പോലും കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സമ്മറിൽ യൂറോപ്പിൽ 60,000-ലധികം ആളുകളാണ് ഈ ഒരു പ്രതിഭാസം കാരണം മരണപ്പെട്ടത്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് വരുത്തുന്ന ചാലഞ്ചസ് നമ്മൾ ചിന്തിക്കുന്നതിൽ എത്രയും മേലെയാണല്ലേ. പല ലോകരാജ്യങ്ങളും ഇതിനെതിരെ പല നടപടികളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ വന്നിട്ടില്ല അല്ലേ. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശരിക്കും ഇതിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യയുടെ സോളാർ മാൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, ചേതൻ സോളങ്കി. അദ്ദേഹം പറയുന്നത് തിങ്കളാഴ്ച ചുളിഞ്ഞ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമുക്ക് ശരിക്കും കാർബൺ എമിഷൻ കുറയ്ക്കാനാണ്. അതായത് ഒരു ആവറേജ് പേഴ്സൺ ഒരു പ്രാവശ്യം ഡ്രസ് അയൺ ചെയ്യുമ്പോൾ 5 മുതൽ 7 മിനിറ്റ് വരെ സമയമെടുക്കും. ഇങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴും 0.2 യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് ചിലവാകുന്നത്. അതായത് 200 ഗ്രാം കാർബൺ എമിഷനാണ് ആ സമയത്ത് സംഭവിക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇത് വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഹ്യൂജ് നമ്പർ ഓഫ് കാർബൺ എമിഷൻ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ. ശരിക്കും എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. കഴിഞ്ഞ സമ്മറിൽ തന്നെ നമ്മളൊക്കെ ചൂടുകൊണ്ട് വേറാറുന്നതല്ലേ. ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഗ്ലോബൽ വാർമിംഗ് അതിന്റെ പീക്കിലെത്തും എന്നാണ് പുള്ളി പറയുന്നത്.